സൂപ്പർ സാധനം എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത സാധനമാണ്, രക്ഷയില്ലാത്ത. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അവിൽ മിൽക്കാണ്. ഓക്കെ, അവിൽ മിൽക്ക് നമ്മൾ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ് അവിൽ മിൽക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അതിനായിട്ട് ഈ അവിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ വറുത്തിട്ടുണ്ടാവില്ല, ചമ്പാവ് അവിൽ എന്തോ ആണിത്, ചെറിയ റോസ് കളർ, വൈറ്റും ഉണ്ട് ഈ കളറും ഉണ്ടാവും അവിൽ. ഇത് നമ്മൾ അതായത് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്ത സാധനമാണ് ഇത്. ഈ കപ്പലണ്ടി വറുത്തെടുത്തതാണ്, നമ്മൾ തന്നെ വറുത്തെടുത്തതാണ്. ഈ അവിലും ചെറുതായിട്ടൊന്ന് വറുത്ത് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് പൊടിക്കുമ്പോഴേക്കും പൊടിഞ്ഞു വരണം. അപ്പോൾ ഈ രീതിയിലുള്ള സാധനങ്ങളാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പേ ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ചെയ്യാം. നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ അതിനുമുമ്പേ ഫേസ്ബുക്കിലും വാട്സപ്പ് ഇൻസ്റ്റയിലാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക കൂട്ടുകാർക്കൊക്കെ, പിന്നെ ഫോളോ ചെയ്ത് വയ്ക്കുക. ഓക്കെ, യൂട്യൂബ് ചാനൽ ഇതിൻ്റെ ഫുൾ വീഡിയോ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ പാളയംകൊട്ടം പഴം, നല്ല പഴുത്ത പാളയംകൊട്ടം പഴം, ഒരു 10 പഴം, ചെറിയ പഴം ആയതുകൊണ്ടാണ് ഒരു 10 പഴം. ഞാൻ ക്വാണ്ടിറ്റി കൂട്ടിയാണ് ചെയ്യുന്നത്. ഒരു 2 കപ്പിന് കണക്കാക്കിയൊക്കെ 2-3 കപ്പിനൊക്കെ കണക്കാക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 10 പഴം നന്നായിട്ട് പഴുത്തതാണ് എടുക്കാനായിട്ട്. 4, 7 ഇത് കളയട്ടാ. നമ്മൾ 10 പഴം ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര. നമ്മളിത് മിക്സിയിൽ അടിക്കായിരുന്നു, പക്ഷേ മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ ഓവറായിട്ട് കുഴമ്പ് പരുവത്തിലാവും. നമുക്ക് അങ്ങനെ കിട്ടാൻ പാടില്ല, കുറച്ച് തരി പോലെ വേണം കിട്ടാനായിട്ട്. അതുകൊണ്ട് പഞ്ചസാരയും പഴവും ബൂസ്റ്റും കൂടെ നമുക്ക് ഇതിലിട്ട് തന്നെ ഒന്ന് സ്പൂണിട്ട് അല്ലെങ്കിൽ ഒന്ന് സ്പൂണിട്ട് ഈ പഴത്തിനെയൊക്കെ ചെറുതായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ബൂസ്റ്റ് കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. ഓക്കെ, നല്ല പഴുത്ത പഴമാണെങ്കിൽ മാത്രമേ ഇങ്ങനെ ഞെങ്ങി കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാകത്തില്ല. കട്ടയൊക്കെ ഏതാണ്ട് ഉടഞ്ഞ് കുഴമ്പ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലോട്ടിനി ബൂസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഒരു സ്പൂണ് ഒരു കവർ, ചെറിയ കവർ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒരു കവർ കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ആവശ്യത്തിന് ടൂട്ടി ഫ്രൂട്ടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ചിലവരിത് ഗ്ലാസ്സിനുള്ളിൽ വെച്ച് ചെയ്യാറുണ്ട്, ഗ്ലാസ്സിനുള്ളിൽ ലെയറായിട്ട് വെച്ച് സെറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കുഴപ്പം എന്തെന്ന് വെച്ചാൽ ഈ പഴം നമുക്ക് അത് കലക്കിയിട്ട് വേണം കഴിക്കാനായിട്ട്, അങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല. ഇനിതാ ഈ കപ്പലണ്ടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്കിനി വറുത്ത അവൽ ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് അവൽ ചേർക്കുന്നുണ്ട്. നമുക്കിനി ഇതിനെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ആദ്യം ഇതിലോട്ട് ചെറുതായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ അവിൽ മിൽക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഈ ഗ്ലാസ്സിലോട്ട് നമുക്ക് കോരി നിറയ്ക്കാം, കപ്പിലോട്ട്. ഓക്കെ, ഇനി ഇതിലും കൂടെ നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇത് എടുത്ത് വച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഗാർണിഷിങ്ങിനായിട്ട് മീതെ കൂടെ ചെറിയതായിട്ട് ബൂസ്റ്റും കൂടെ ചെറുതായിട്ടൊന്ന് തൂറ്റി കൊടുക്കാം. ഓക്കെ, ബാക്കി ബൂസ്റ്റ് ഇതിലോട്ട് തട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ അവൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഓക്കെ, സൂപ്പർ സാധനം എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത സാധനമാണ്, രക്ഷയില്ലാത്ത. ഇതിലെ അവലും വറുത്ത് ചേർക്കുന്നതാണ് മെയിൻ. കടിക്കുമ്പം ആ കരുവിരാന്നുള്ള ആ ഒരിത് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. കപ്പലണ്ടിയും വറുത്ത് ചേർത്തുകൊണ്ട് ആ ഒരു ഇത് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പം വീട്ടിലെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമ്മളല്ലാതെ ലെയറായിട്ട് വെച്ചാൽ കാണാൻ കുറച്ച് ഭംഗിയായിരിക്കും, പക്ഷേ മിക്സ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ എടുത്ത് മിക്സ് ചെയ്യുമ്പോഴേക്കും ഇത് ഫില്ല് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. മിക്സ് ചെയ്യുമ്പോഴേക്കും കുറേ താഴെ പോകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചത്. ഇതാകുമ്പം കളയത്തില്ല. കണ്ടോ, ഇങ്ങനെ എടുത്ത് മിക്സ് ചെയ്യുമ്പോഴേക്കും താഴെ പോകും സാധനം. എന്നിട്ട് ഇങ്ങനെ എടുക്കുക, കഴിക്കുക മിക്സ് ചെയ്ത് വെച്ചാൽ. അപ്പോൾ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം. ഇതുപോലുള്ള വ്യത്യസ്തമായിട്ട് വീഡിയോകൾ കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്തേക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഞാൻ വരും. ഞാൻ നിജു, ഗുഡ് ബൈ.